ഹലോ ഡിയേഴ്സ്, മഴതോരും മുമ്പേ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അങ്ങനെ നമ്മുടെ രാജീവും ശിവനും കൂടെയായിട്ട് എസ് ഐ സാറിൻ്റെ റൂമിലേക്ക് എത്തി നിൽക്കുകയാണ്. ശേഷം പെർമിഷൻ ചോദിച്ച ശേഷം അവർ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ രാജീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ശിവനെ കാട്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഹരിശങ്കറിൻ്റെ അച്ഛനാണ്, ഗൾഫിൽ നിന്നും വിവരം അറിഞ്ഞിട്ട് എത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എസ് ഐ അവരോട് ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എസ് ഐ സാറ് പറയുന്നുണ്ട്, മകൻ്റെ വിവരം അറിഞ്ഞിട്ട് വരികയാണല്ലേ. നിങ്ങളെപ്പോലെയുള്ള അച്ഛന്മാർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറേ കാശുണ്ടാക്കുന്നുണ്ട്. എന്തിനാ? വീട്ടിലുള്ളവർ കഷ്ടപ്പാടില്ലാതെ സുഖമായിട്ട് കഴിയാൻ. പക്ഷേ അവരിങ്ങനെയാണ് സൂഹിക്കുന്നത്. നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം സാറേ എന്ന് ശിവൻ തിരിച്ച് മറുപടിയായിട്ട് പറയുന്നുണ്ട്. ഇനി എന്നാ ചെയ്യാനാ? കതിരെ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് എസ് ഐ തിരികെ വീണ്ടും മറുപടി പറയുന്നുണ്ട്. ശേഷം രാജീവിനെ ചൂണ്ടി കാണിച്ച ശേഷം ഈ ഇരിക്കുന്ന ആരാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശിവൻ രാജീവിനെ പറയുകയാണ്, ഈ ഇരിക്കുന്നത് എൻ്റെ അനിയനാ, സൗദിയിൽ നിന്ന് വന്നതാണ്, വിവരം അറിഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തിച്ചേർന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എസ് ഐ രാജീവിനെ നോക്കി പറയുകയാണ്, ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി മൊഴി മാറ്റി പറയണം. ആരും റേപ്പ് ചെയ്യപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മെഡിക്കൽ ചെക്കപ്പിലും ഫോറൻസിക് തെളിവുകളിലും എല്ലാ അടയാളങ്ങളും ഇതിന് തെളിവായിട്ടുണ്ട്. അപ്പോൾ രാജീവ് എസ് ഐയോട് അഭ്യർത്ഥിച്ച് പറയുകയാണ്, സാർ, ഞങ്ങളെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം. കുടുംബം മുഴുവൻ നാണം കിട്ടു. പക്ഷേ അതൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തുലഞ്ഞു പോകുന്നു എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യവുമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക, അതുമാത്രം. ഈ കേസ് അന്വേഷണത്തിൻ്റെ ചാർജ് CIക്ക്. നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടു നോക്ക് എന്ന് എസ് ഐ പറയുകയാണ്. അപ്പോൾ രാജീവ് തിരിച്ച് മറുപടി പറയുകയാണ്, അല്ല, കൂടുതൽ തല്ല് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും? ഇവിടുത്തെ തല്ല് കഴിഞ്ഞു. ഇനി തല്ല് കിട്ടുന്നത് സബ് ജയിലിലേക്ക് ചെല്ലുമ്പോഴേക്കാണ്. കുറച്ച് തല്ലൊക്കെ കിട്ടട്ടെന്നേ. ഓർമ്മയിൽ നിൽക്കണം, ഒരിക്കലും മറക്കരുത് എന്ന് എസ് ഐ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശിവൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പിള്ളേരെ ഒന്ന് കാണാൻ പറ്റുമോ? CIയോട് ചോദിച്ചിട്ട് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ കാണാം. വാ, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐയും അവരോടൊപ്പം പോവുകയാണ്. ശേഷം CI സാറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട്, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി പറക്കിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ അകത്തേക്ക് കയറുകയാണ്. ഉടനെ തന്നെ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട്, നല്ല രീതിയിൽ ഡീൽ ചെയ്യണം, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എസ് ഐ പോവുകയാണ്. ശേഷം രണ്ടുപേരും CI സാറിൻ്റെ റൂമിലേക്ക് കയറുന്നുണ്ട്. CI സാർ അവരെ ക്ഷണിക്കുകയാണ്. വരണം. ഹരിശങ്കറിൻ്റെ അച്ഛൻ ശിവശങ്കര മേനോൻ അല്ലേ? നിങ്ങളുടെ ബ്രദറല്ലേ, എൽഡർ ബ്രദറല്ലേ, ലഫ്റ്റനൻറ്റ് കേണൽ ഗംഗാധര മേനോൻ? അന്നേരം ശിവശങ്കര മേനോൻ പറയുകയാണ്, അതെ സർ എന്ന് പറയുകയാണ്. നിങ്ങളുടെ മകനുണ്ടല്ലോ, അവന് കടുക്ക കഷായം വെച്ച് കൊടുക്കണം. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുകയാണ്, ഒരു തെറ്റൊക്കെ ആർക്കും പറ്റാം അല്ലേ സർ? അപ്പോൾ തിരിച്ച് CI സാറ് പറയുകയാണ്, ഒരു തെറ്റോ? നിങ്ങളുടെ മകനല്ലേ ബാലചന്ദ്ര മേനോൻ്റെ വീട്ടിലുണ്ടായിരുന്ന സെർവൻറ്റിനെതിരെ നീങ്ങിയത്? അത് നിങ്ങളന്ന് പൈസ കൊടുത്ത് ഒതുക്കി, എന്നിട്ട് അവൻ രക്ഷപ്പെട്ടോ? ഇല്ല. നിങ്ങളുടെ മകനെ ഇഷ്ടം റേപ്പാണ്. അവൻ അതിനെ വളർത്തി വലുതാക്കി വലിയ കലയാക്കി കൊണ്ടു നടക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും പോലെ നിസ്സാരക്കാരനല്ല, വലിയ കലാകാരനാണ്. അപ്പോൾ ശിവശങ്കര മേനോൻ തിരികെ പറയുകയാണ്, എന്ത് ചെയ്യാൻ സാറേ, മകനായി പോയില്ലേ. ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അല്ലേ പറ്റുള്ളൂ. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. വീട്ടിൽ നിന്ന് വേണ്ടതുപോലെ ശാസനയും കിട്ടിയില്ല, ശിക്ഷയും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പോലീസിന് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി സാറേ, ഞങ്ങൾ ചെയ്തോളാം എന്ന് ശിവശങ്കര മേനോൻ വീണ്ടും CIയോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നിട്ടെന്ന് പറയുകയാണ്, ജാമ്യം അതെന്തായാലും കിട്ടുകയില്ല. കുറഞ്ഞതൊരു 30 ദിവസമെങ്കിലും സബ് ജയിലിൽ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ജാമ്യം കിട്ടും. പിന്നെ ശിക്ഷ കിട്ടും, അത് ഉറപ്പാണ്. ഇതിന് ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി തെളിവ്. ഇനി പെൺകുട്ടിയെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചാലോ? അവിടെയും ഉണ്ട് വേറെ തെളിവ്. പിന്നെ നല്ലൊരു അഡ്വക്കേറ്റിനെ കൊണ്ട് വാദിച്ചാൽ ചിലപ്പോൾ ശിക്ഷ കുറഞ്ഞു കിട്ടും. അല്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട എന്നിങ്ങനെ CI സാറ് ശിവശങ്കര മേനോനോട് പറയുകയാണ്.
രാജീവ് സി എ സാറിനോട് ചോദിക്കുകയാണ്, സാർ ഞങ്ങൾ എന്നാൽ അവരെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ? ആ കണ്ടോ. പിന്നെ അടുത്ത 1 മാസത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ, ഇഷ്ടം പോലെ കണ്ടോ? അപ്പോൾ ശരിക്കും ഓക്കെ താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നിസ്സഹായരായിട്ട് രണ്ടുപേരും പരസ്പരം തമ്മിൽ നോക്കി സി എ സാറിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സെല്ലിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും 4 പേരെയും തല്ലി ചതച്ചാകെ വല്ലാത്തൊരവസ്ഥയിൽ അവരിയ്ക്കുകയാണ്. പെട്ടെന്ന് ഹരി അവരെ കണ്ടതും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ രോഹിത്തും കൂട്ടരും അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അവരാകെ നിസ്സഹായ അവസ്ഥയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എസ് ഐ അവരോട് പറയുകയാണ്, ഞങ്ങൾ പോലീസുകാർ എല്ലാ ദിവസവും ഓരോ ദിവസവും നിരവധി കേസുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അതിലേറ്റവും മ്ലേച്ഛമായിട്ട് ഞങ്ങൾ പല രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും മ്ലേച്ഛമായിട്ട് തോന്നുന്നത് ഈ ബലാത്സംഗ കേസിലെ പ്രതികളാണ്. മറ്റുള്ള കുറ്റവാളികൾക്ക് 1% മാന്യതയും മര്യാദയുമുണ്ട്. പക്ഷേ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്യുന്നവർക്ക് 0 മാന്യത. അവർ യാതൊരു വിധ ദയയും അറിയിക്കുന്നില്ല. അത്രയ്ക്കും ക്രൂരന്മാരും നികൃഷ്ടന്മാരും തെമ്മാടികളുമാണ് ഇവർ. സാറുമാർ ഇഷ്ടം പോലെ നിന്ന് കണ്ടോളൂ. എന്തായാലും ജനിപ്പിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, കണ്ണിറച്ച് നിന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് എസ് ഐ പോവുകയാണ് അവരുടെ അടുത്ത് നിന്നും. ശേഷം ശിവശങ്കര മേനോൻ ഇങ്ങനെ ആകെ വല്ലാത്ത സങ്കടത്തോടെ അവരെ നോക്കി നിൽക്കുകയാണേ. ഹരിക്കാണെങ്കിൽ ഒട്ടും നോക്കാനും കഴിയുന്നില്ല. ആകെ നാണം കെട്ട് വല്ലാത്തൊരവസ്ഥയിൽ അവന് മുഖത്ത് പോലും നോക്കാതെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ രാജീവ് പറയുകയാണ്, ഇങ്ങോട്ട് നോക്കടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, തൊണ്ടയിൽ പുഴുത്ത ഇറക്കാതിരിക്കാൻ പറ്റുമോ എന്ന് രാജീവ് ഇങ്ങനെ പറയുകയാണ്. രോഹി നിന്നോടും കൂടിയാണ് ഞാൻ പറയുന്നത് എന്നിങ്ങനെ ഒരു വിരട്ടുന്ന ഭാവത്തിൽ രാജീവ് പറയുകയാണ്. എന്തായാലും ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്, ജാമ്യം കിട്ടത്തൊന്നുമില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. നിങ്ങളുടെ സമയം വളരെ മോശമാണ്, എന്നാലും നിങ്ങളൊന്നും നന്നാവാനും പോകുന്നില്ല. ജയിലിൽ കിടക്കാനാണ് തലയെഴുത്തെങ്കിൽ കിടന്നല്ലേ പറ്റൂ. എന്ന് വെച്ച് ഞങ്ങളാരും നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല. കേസ് ഞങ്ങൾ നടത്തും, അത് ഞങ്ങളുടെ കടമയാണ്. പക്ഷേ നിങ്ങളുടെ കടമ നിങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് ശിവശങ്കര മേനോൻ പറയുകയാണ്. കുടുംബങ്ങൾ താറുമാറായി, എത്ര പേരാണ് വിഷമിക്കുന്നത് എന്ന് ഭയങ്കര വിഷമത്തോടും ദേഷ്യത്തോടും കൂടിയായിട്ട് ശിവശങ്കര മേനോൻ പറയുകയാണ്. രണ്ടുപേരും ഇത് കേട്ട് കരഞ്ഞ് ആകെ തളർന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ രാജീവേട്ടനെ പറയുകയാണ്, ഞങ്ങളെന്തായാലും ഹോസ്പിറ്റലിൽ പോവുക. അവിടെയും രണ്ടുപേരും ഇതുപോലെ ഈ വാർത്ത അറിഞ്ഞ് ആകെ വിഷമിച്ചും തളർന്നും കിടക്കുകയാണല്ലോ. ഒരച്ഛനും ഒരമ്മയും. എന്തായാലും കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. അപ്പോഴേക്കും ഹരി അവർ പോകുന്നത് നോക്കി വളരെയധികം വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശേഷം രണ്ടുപേരും പരസ്പരം നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ വൈജയന്തി ഓരോന്നാലോചിച്ച് കട്ടിലിൽ കിടക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും സിസ്റ്റർ വന്ന് പറയുകയാണ്, 2 പേര് കാണാൻ വന്നിട്ടുണ്ട്, ബ്രദേഴ്സാണെന്നാണ് പറഞ്ഞത്. എന്നാൽ അവരോട് വരാൻ പറയൂ, ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക, കയറിക്കോളൂ എന്ന് പറഞ്ഞ് സിസ്റ്റർ പോയപ്പോഴേക്കും അവർ 2 പേരും വൈജയന്തിയുടെ അടുത്തേക്ക് വന്നു. വൈജയന്തി അവരെ കണ്ടതും പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെ കാണണം ശിവേട്ടാ, എന്തൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യണം, ഇതൊക്കെ കാണാനും അനുഭവിക്കാനും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അപ്പോൾ രാജീവ് പറയുകയാണ്, ഇതെല്ലാവരും പറയുന്നതാ വൈജയ, അവനവൻ്റെ കയ്യിലുള്ള കയ്യിലിരിപ്പ് കണ്ടിട്ടാ ഓരോന്നും വന്നു ചേരുന്നത്. രാജീവേട്ടൻ വേണ്ടാത്തതൊന്നും പറയരുതേ ഈ വയ്യാതെ കിടക്കുന്ന എന്നോട്. അപ്പോൾ രാജീവ് പറയുകയാണ്, ഞാൻ നിൻ്റെ മെക്കിട്ടൊന്നും കയറാൻ വന്നതല്ല, പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതെന്നാ രാജീവേട്ടാ എന്നോടൊരു വിരോധം പോലെ? നിൻ്റെ കൈയും കാലും ഒടിച്ചുള്ള ഈ കിടപ്പ് അത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയതല്ലേ? നാളെ രോഹി ജയിലിലേക്ക് കയറാൻ പോകുന്നത് അതും രോഹിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയതല്ലേ? എന്നിട്ട് എന്നാ തെറ്റാ ചെയ്തത് പോലും? കാണിച്ചു കൂട്ടിയത് മുഴുവൻ തെറ്റാ. എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ആങ്ങളമാർ 2 പേരും കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തുകൊണ്ട് വന്നത്? കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണണം, അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വിധിയേയും പഴിച്ച് ദൈവത്തെയും ശപിച്ച് ഇരിക്കുകയല്ല വേണ്ടത്. നിൻ്റെ മകനും ശിവേട്ടൻ്റെ മകനും ചെയ്തത് മോശമായി എന്ന് നീ ആരോടെങ്കിലും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. കമലയെടുത്തേയും സമ്മതിച്ചിട്ടില്ല. രാജീവ് വീണ്ടും വഴക്കിടുകയാണ്. എല്ലാത്തിൻ്റെയും ആണിക്കല്ല അവൾ ഒറ്റ ഒരുത്തിയാ, ആ അലീന. അപ്പോൾ രാജീവ് തിരിച്ച് പറയുകയാണ്, കറക്റ്റ്, നിന്നെയും കമലെടുത്തിയും
സമ്മതിച്ചേ പറ്റൂ. ആ ഒരു കാര്യത്തിൽ ഒരു ഒളുപ്പവും ഇല്ലാതെ പറയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് രാജീവ് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ശിവശങ്കര മേനോൻ രാജീവിൻ്റെ തോളത്ത് തട്ടിയിട്ട്, ആ അതൊക്കെ പോട്ടെ വൈജയേ, നമുക്ക് രോഹിണിയെ ജാമ്യത്തിൽ ഇറക്കണ്ടേ, ഞാൻ ഇവിടെ കിടന്ന് എന്നാ ചെയ്യാനാ എന്ന് പറഞ്ഞ് വൈജയന്തി കരയുമ്പോഴേക്കും ശിവശങ്കര മേനോൻ വീണ്ടും ചോദിക്കുക, നിനക്ക് എന്നാ സഹായമാണ് വേണ്ടേ? രോഹി മോനെ ജയിലിൽ കയറ്റാതെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ജയിലിൽ കയറിയാൽ അവൻ്റെ ആ ഭാവി തന്നെ നശിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കരയുകയാണ്. അതുപോലെ തന്നെയാണ് ഹരിയുടെ അവസ്ഥ. ഈ ഒരു വിഷയത്തിൽ ആരും സഹായിക്കാൻ മുന്നോട്ട് വരില്ല എന്ന് ശിവശങ്കര മേനോൻ പറയുകയാണ്. പിള്ളേർ കൂട്ടുകൂടി ഓരോ വികൃതി കാണിച്ചത് എങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ടാണോ ശിവേട്ടാ? അപ്പോൾ രാജീവ് തട്ടിക്കയറുകയാണ്. ഇതാണോ വികൃതി? ഈ 23 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് കാണിച്ചതും വികൃതിയായിരുന്നോ? അലീനയോടും ഇവന്മാർ രണ്ടുപേരും ഇത് തന്നെയല്ലേ ചെയ്യാൻ പോയത്? അന്ന് അവൾ പരാതി കൊടുക്കാതിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അതിനുശേഷം അലീന നിൻ്റെ മകനെ പല തവണ ഉപദേശിച്ചു എന്ന് മനു ഞങ്ങളോട് പറഞ്ഞു. അവൾ ഉപദേശിച്ച വാചകം പോലെ മനു ഞങ്ങളോട് പറഞ്ഞു, പോകരുത് പോകരുത്, ചീത്ത കൂട്ടുകെട്ട് നിന്നെ ജയിലിൽ കൊണ്ടെത്തിക്കാമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും വൈജയന്തി ആകെ ആമർഷത്തോടെ കടിച്ചമർത്തി കിടക്കുക. അവളുടെ കരുനാക്ക് കൊണ്ട് പറഞ്ഞതല്ലേ, ഫലിക്കുമായിരിക്കും. ആ അത് ഫലിക്കും. ഫലിക്കാതെ പോകത്തില്ല. കാരണം നീ അവളോട് അത്രയും ക്രൂരത കാണിച്ചിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ അവളോട് കരുണയില്ലാതെ പെരുമാറുമ്പോൾ ഓർത്തോണം, എപ്പോഴാണെങ്കിലും എവിടെ നിന്നെങ്കിലും അതിനൊരു തിരിച്ചടി കിട്ടുമെന്ന് ഓർത്തോളണം. അതാണ് കിട്ടിയില്ലേ എന്നിങ്ങനെ രാജീവ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. എൻ്റെ മകൻ ജയിലിലോട്ട് കയറുമ്പോൾ രാജീവേട്ടനും അവൾക്കും സന്തോഷമാകുമല്ലോ അല്ലേ? ഓ, നിന്നോട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ വൈജയന്തി നേരെ ശിവനോട് പറയുകയാണ്, ശിവേട്ട ഹരിയെ കൊണ്ട് ജാമ്യത്തിൽ ഇറക്കുമ്പോൾ എൻ്റെ രോഹി മോനെയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണേ, എത്ര വേണമെങ്കിലും ക്യാഷ് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ഒന്നും നടക്കില്ല വൈജയെ, അവർ റിമാൻഡ് ചെയ്യും, സബ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും, കേസിൻ്റെ ശിക്ഷ വേറെ, പൈസയും ഇതുവരെ ഉണ്ടാക്കി വെച്ചോ ഒക്കെ തീരും, ദുഷ്പേരും ഇനി ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല എന്ന് ശിവശങ്കര മേനോൻ പറയുകയാണ്. ഇത് കേട്ടതും, ഇത് പറയാനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വരണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വൈജയന്തി കരയുകയാണ്. അപ്പോഴേക്കും ശിവശങ്കര മേനോൻ പറയുകയാണ്, നീ ഒന്ന് മനസ്സ് വിചാരിച്ചാൽ, ചിലപ്പോൾ അലീനയോട് പറഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ നിൻ്റെ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. അവളുടെ കൈകാലം പിടിച്ചിട്ട് എൻ്റെ മകൻ രക്ഷപ്പെടണ്ട. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുകയാണ്, ഒരിക്കൽ ഹരിയെ രോഹിത്തിനെ രക്ഷപ്പെടുത്തിയത് അവളാണ്, അത് നീ മറന്നു പോകണ്ട, അല്ലെങ്കിൽ ഇപ്പോഴും ഹരിയും രോഹിത്തും ജയിലിൽ കിടക്കേണ്ടതാണ്. അപ്പോൾ രാജീവ് പറയുകയാണ്, കഴിഞ്ഞ രാത്രി പോലീസ് അവളെ പിടിച്ചുകൊണ്ട് പോയി അവളെ നിർബന്ധിച്ചെന്നാണ് അവൾ പറയുന്നത്, പഴയ റേപ്പ് അറ്റംപ്റ്റിൻ്റെ തരത്തിൽ പരാതി എഴുതാനായിട്ട്. പക്ഷെ അവൾ അതിന് തയ്യാറായില്ല എന്ന് പറയുന്നത്. എനിക്ക് അവളെപ്പറ്റി ഒന്നും കേൾക്കണ്ട എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറഞ്ഞതും ശിവശങ്കരന് മേനോന് ആകെ ദേഷ്യം വന്നു. വേണ്ടെങ്കിൽ വേണ്ട രാജീവേ, വാ നമുക്ക് ബാലചന്ദ്ര മേനോനെ ഒന്ന് കണ്ടിച്ച് പോകാം. നിങ്ങളെന്തിനാണ് അങ്ങേരെ കാണുന്നത്? അങ്ങേർക്ക് ചുമ്മാ നെഞ്ചുവേദനയെന്ന് പറഞ്ഞ് കിടന്നാൽ മതിയല്ലോ, അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, നല്ല സുഖമല്ലേ ഇനി കിടക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൾ കരയുകയാണ്. അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ അവർ രണ്ടുപേരും ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വൈജയന്തി അത് നോക്കി മിണ്ടാതെ കിടക്കുകയാണ്. എന്നിട്ട് ഓരോന്ന് ആലോചിച്ച് കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ രണ്ടുപേരും ബാലചന്ദ്ര മേനോൻ്റെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും സിസ്റ്റർ ചെന്നിട്ട് ബാലചന്ദ്ര മേനോനോട് പെർമിഷൻ പറയുകയാണ്. ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് മാഡത്തിൻ്റെ ബ്രദേഴ്സ് 2 പേരുണ്ട്, അവരാന്ന് പറയുന്നത്. അന്നേരം കയറി വരാൻ പറയുമെന്ന് പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും ബാലചന്ദ്ര മേനോൻ്റെ റൂമിലേക്ക് എൻ്റർ ആവുകയാണ്. വിവരങ്ങളെല്ലാം അറിഞ്ഞല്ലോ അല്ലേ, എന്നിട്ട് വന്നതാണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് ബാലചന്ദ്ര മേനോൻ രണ്ടുപേരോടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുകയാണ്, അതെ, വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ എത്തിയതാ, ഞങ്ങൾ നാട്ടിലെത്തിയല്ലേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയക്കാരെങ്കിലും ഒന്നും വേണ്ട, ചെറുതൊന്നും പോരാ, മിനിസ്റ്ററുമായിട്ട് ഇടപെടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശിവശങ്കര മേനോൻ പറയുകയാണ്, രാമപുരത്ത് കമലയുടെ ഒരു അമ്മാവനുണ്ട്, പക്ഷെ ഭരണകക്ഷി അല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ബാലചന്ദ്ര മേനോൻ ചോദിക്കുന്നുണ്ട്, ഇനി പോലീസിൽ ആരെങ്കിലും ഉണ്ടോ, SPO, ചെറുതൊന്നും പോരെ, SPO, IG അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ,
അപ്പോൾ രാജീവ് തിരിച്ച് പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയൊന്നും പറ്റില്ല, ഞാൻ എസ്ഐയോട് സംസാരിച്ചതാണ്, പീഡന കേസിൽ നിന്നും അങ്ങനെയൊന്നും ഊരി പോകാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പീഡന കേസിൽ നിന്നും ഊരി പോകാൻ വേറെ ഒരു ലൂപ്പ് ഹോൾസും കാണുന്നില്ല. അന്ന് തന്നെ എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ മേനോൻ പറയുകയാണ്, എനിക്ക് ക്ലബിലും ആരോടും ഇടപെടാൻ പറ്റുകയില്ല. ഈ ഒരു കേസിൽ ഞാൻ ആരോടും അതിനുവേണ്ടി കാല് പിടിക്കുകയുമില്ല. അതിന് നമ്മൾ മക്കളെ പഠിക്കാനല്ലേ, കോളേജിലല്ലേ വിട്ടത് ശിവേട്ട, അല്ലാതെ ഇതിനല്ലല്ലോ. അതിനൊരു കാര്യമുണ്ട്, മക്കളെ നല്ല അമ്മമാരെ വളർത്തണം, എങ്കിലേ മക്കൾ നേർ രീതിയിൽ വളരുകയുള്ളൂ. കൊല്ലത്തുണ്ടൊരു വിഷം കമല, കടപ്പാട്ടൂരുണ്ട് ഒരു വിഷം വൈജയന്തി. അവർ വളർത്തിയ മക്കളെ ഇങ്ങനെ വരുവുള്ളൂ. കുറച്ച് നാൾ കിടക്കട്ടെ ജയിലിൽ, അവരും അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ മേനോൻ വിഷമിക്കുകയാണ്. എന്നാലും നമ്മുടെ മക്കളല്ലേ ബാല എന്ന് പറഞ്ഞിട്ട് ശിവനും വിഷമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 3 പേരും വിഷമിക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.